രാജീവ് ഗോവിന്ദനാണ് നമുക്കിപ്പോൾ. ഹായ്. ഹായ്. അല്ല, എവിടെയായിരുന്നു? ഞാൻ ശരിക്കും പാനം ചായയും ഒക്കെ ശരിക്കും വിദ്യാസാഗർ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ എവിടെയാണെന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. ശരിക്കും ബോംബെയിലാണോ താമസിക്കുന്നത്? ഞാൻ ബോംബെയിലാണ്. ഞാൻ ആക്ച്വലി കുറച്ച് കാലം ഇവിടെ ഭയങ്കര സജീവമായിരുന്നു. ആദ്യത്തെ സിനിമ ഓർഡിനറി, അതിനുശേഷം അനാർക്കലി വരുന്നു. അപ്പൊ ആ ഒരു 5 വർഷം വളരെ സജീവമായിരുന്നു. പിന്നെ കാളിയൻ വരാനുണ്ട്. അതെ അതെ. അത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ചോദിക്കുന്നതിന് മുമ്പ് ശരിക്കും കാളിയൻ എവിടെ എത്തിയെന്നാണ് നിങ്ങൾ ചോദിക്കാനുള്ളത്. സത്യത്തിൽ കാളിയൻ എന്റെ വരവ് അറിയിക്കാൻ തുടങ്ങാൻ പോവാണ്. അതെ, കാളിയൻ വരുന്നുണ്ട്. അതെ, കാളിയന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം പൂർത്തിയായി. ഇനി ഷൂട്ടിങ്ങിന്റെ ചില ഡേറ്റുകള്, കാസ്റ്റിങ്ങിന്റെ ബാക്കി കാര്യങ്ങള് ഇത്രയും ബാക്കിയുള്ളൂ. അതിനുശേഷം ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അതിന്റെ കമ്പോസിങ് കഴിഞ്ഞു. മേജർ പ്രീ പ്രൊഡക്ഷൻ, ലൊക്കേഷൻ ഹണ്ടിങ് അതെല്ലാം തീർത്തു വെച്ചിരിക്കുകയാണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും 8000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു ഓഡീഷൻ. അത് 5 സ്ഥലങ്ങളിൽ, എറണാകുളം, തിരുവനന്തപുരം, മദ്രാസ്, മധുരൈ, ബാംഗ്ലൂർ, ഇത്രയും 5 സ്ഥലങ്ങളിലൂടെ 8000-ഓളം പേരെ ഓഡീഷൻ ചെയ്ത് 500-ഓളം പേരെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ പല സ്ഥലങ്ങളിലും മുടിയും താടിയും വളർത്തി ആൾക്കാർ നടക്കുന്നുണ്ട്, ഫോൺ വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഞാനും വെയിറ്റ് ചെയ്യുന്നു എന്ന് തുടങ്ങാൻ പറ്റും എന്നുള്ള ഒരിതിൽ. ചില പ്രശ്നങ്ങൾ അത് അടുത്ത് തന്നെ സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നു. അത് സോൾവ് ആയേ പറ്റും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പടവും കൂടിയാണ്. കുറെ നാളായിട്ട് വാർത്തകളിലുണ്ട് ഈ കളിയൻ. പിന്നെ ഈ സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയോട് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുക, അതിനു ചുറ്റും പറ്റുന്നൊരു സൗഹൃദ വലയങ്ങൾ ഉണ്ടാവുക, അത് നമ്മളെ ഡ്രൈവ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെയാണ് എൻ്റെ ഓരോ സിനിമയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കാളിയനും അങ്ങനെ ഡ്രൈവ് ചെയ്യപ്പെട്ട സിനിമയാണ്. പക്ഷെ ചില കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളത് ഒരുപാട് മീഡിയ അറ്റൻഷൻ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഇത്രയധികം നമ്മളെ സംബന്ധിച്ചോളം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെയധികം ചർച്ചയായതും കൂടുതൽ എവൈറ്റ് ചെയ്യുന്ന ഒരു ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ എവൈറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം മാറ്റി വെച്ചു. ഇനിയും അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇനിയും പുതിയ വേറെ ചില പദ്ധതികൾ കൂടി ഉണ്ട്. എന്താന്ന് പറയാം. അനാർക്കലിയിലെയും ഓർഡിനറിയിലെയൊക്കെ പാട്ടുകളെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് പിക്കറ്റ് 43-ലെ പാട്ടില്ലേ, മഞ്ഞ ഓർമ്മകൾ ജലമൗനമായി, സൂപ്പർ പാട്ടാണ്. സൂപ്പർ. എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ട് എന്ന് വെച്ചാൽ ആ സിനിമ തന്നെയാണ് ആ പാട്ട്. വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി നാള് എൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെ ചുറ്റും പാടി നടന്നിട്ടുണ്ട്. അത് രസമായിട്ട് ഹരിചരൺ പാടിയിട്ടുമുണ്ട്, അതേപോലെ രതീഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ചിലതൊക്കെ അവർക്ക് മാത്രമേ അത് ഹിറ്റാക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഓരോ വരികളും ഇല്ലേ, ആ വരികളിലെ ചില ഭാവങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഞാനൊക്കെ ആവർത്തിച്ചത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല. അസാധ്യമായിട്ടുള്ളൊരു പാട്ട് മഞ്ഞോർമ്മകള്. ആക്ച്വലി ആ പാട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്യൂൺ എന്ന് പറഞ്ഞിട്ടാണ് രതീഷ് വേഗ എന്നെ കാണാൻ വരുന്നത്. എൻ്റെ കൂട്ടത്തിൽ അപ്പോൾ സച്ചി ഞാനും കൂടി ഇരിക്കുന്ന സമയമാണ്. ഞാൻ ഈ അനാർക്കലിയുടെ എന്തോ ഡിസ്കഷന് വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ മേജർ രവിയേട്ടനെ എനിക്കറിയായിരുന്നു. അപ്പോൾ രവിയേട്ടനെ ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ നമ്മൾ വളരെ അറിയുന്ന ആൾക്കാരോട് മാത്രം പാട്ട് എഴുതാൻ തരുമോ, ചാൻസ് തരുമോ എന്ന് ചോദിക്കാറുണ്ട്. ബാക്കി എന്നെ അറിയില്ല, എനിക്കറിയില്ല. പലരും ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള ബ്രാക്കറ്റിൽ മാറ്റി നിർത്തപ്പെട്ടൊരു വ്യക്തി കൂടിയാണ്. പാട്ടെഴുത്ത് ഭയങ്കര പാഷനാണ് എനിക്ക്. ഭയങ്കര കവിതകളെ പോലെ തന്നെ സിനിമാ പാട്ടുകളോട് ഒരു ഭയങ്കര, അതിൻ്റെ എക്സ്പ്രഷൻസ് ആണ് ഞാൻ നോക്കുന്നത്. നമ്മളൊരു കവിതയിൽ നമ്മുടെ എക്സ്പ്രഷൻ നമ്മൾ പറയണം, പാടണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. പാട്ട് ഈ സംഗീതത്തിൻ്റെ മേമ്പൊടിയോടുകൂടി ആ ധർമ്മങ്ങൾ ഒറ്റയടിക്ക് അനുവാചകരിലെത്തും. നമുക്കതിന് മെനക്കെടേണ്ട ആവശ്യമില്ല. നമ്മളതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ മതി. പലപ്പോഴും ഈ ഈണങ്ങളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ഈണങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന വാക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ആ സംഗീതം ഭയങ്കരമായിട്ട് പൊലിക്കും. അത് സത്യമാണ്. എൻ്റെ പാട്ടുകളൊക്കെ അങ്ങനെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും അതിനകത്തൊരു കാവ്യബിംബം കൊണ്ടുവരാനോ എൻ്റെ ചേതനയെ ഉണർത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. കഥാപാത്രങ്ങൾ നമ്മളെ മുന്നിലുണ്ടാവും. എന്നെ ആത്യന്തികമായിട്ട് സഹായിച്ചിട്ടുള്ളത് സംഗീതം തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ മഞ്ഞോർമ്മകൾ അങ്ങനെ വന്നു. അപ്പോൾ പൃഥ്വിരാജിന് ഇഷ്ടപ്പെട്ട ട്യൂൺ. അപ്പോൾ ഈ രതീഷ് ഭയങ്കര ഒരു പെടച്ചില്ലായിരുന്നു. രാജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നന്നാവണം, ചേട്ടൻ എഴുതുമ്പോൾ നന്നാവണം, സമയമെടുത്ത് എഴുതണം. അപ്പോൾ സച്ചിയാണ് എഴുതുന്നത്. അവന് സമയമെടുത്ത് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വായിക്കാൻ പറ്റില്ല. സമയമെടുത്ത് എഴുതൽ അയാളുടെ രീതിക്ക് വിടുക എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ ഞാനൊരു ഫ്ലാറ്റിലിരുന്ന് എഴുതിയ പാട്ടുണ്ട്. അതിനുശേഷം പൃഥ്വിരാജ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ആ സിനിമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ മേജർ സാറിൻ്റെ അതുവരെ കണ്ടിട്ടുള്ള പടമായിരുന്നില്ല അത്. എനിക്ക് ആ മനുഷ്യൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും ആ മനുഷ്യനെന്ന് ആ വ്യക്തിയോട് കുറച്ചൊരു അടുപ്പം തോന്നിയത് ഈ പിക്കറ്റ് 43 കണ്ടതിന് ശേഷമാണ്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, പിക്കറ്റ് 43ക്ക് ശേഷമുള്ള മേജർ റിവ്യൂ വേറെ മേജർ റിവ്യൂ അല്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തമാശക്ക് പറഞ്ഞില്ല, ഞാൻ പണ്ടേ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. എടാ അപ്പുറത്തും ഇപ്പുറത്തും പെട്ട ആൾക്കാരല്ലേ, അവരെല്ലാം മനുഷ്യരല്ലേ എന്നുള്ളത് അതെനിക്കറിയാവുന്നതല്ലേ. അപ്പം ഞാൻ പറയും, ആ പടങ്ങളിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഞങ്ങളെന്നൊക്കെ പറയും. അപ്പം ചില അംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ഒരുപക്ഷെ ഒരു ഇന്റർനാഷണൽ കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് അതിനുള്ളത്. നല്ല പടമായിരുന്നു. അനാർക്കിലിയിലേക്ക് വരുമ്പോൾ വിദ്യാസാഗർ, അതിന് മുമ്പ് ഓർഡിനറിയിലാണ് നിങ്ങൾ ഒരുമിക്കുന്നത്. എന്തിനീ മീഴ് രണ്ടും പിടയാതെ പിടയുന്നു, അത് ഈ ഞാൻ പറയില്ല ആവർത്തിച്ച് കേൾക്കുന്ന രസമുള്ള പാട്ടുകളിലെ ഒരെണ്ണമാണ്. വിദ്യാസാഗർ സാറിന്റെ പാട്ടുകൾ എനിക്ക് കൂടുതൽ കേൾക്കാൻ അതിന്റെ സൗണ്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിൽ തന്നെ വാനം ചായയിൽ തന്നെ ശ്രദ്ധിക്കാത്ത ചില ഇൻസ്ട്രുമെന്റ്സ് രസമായിട്ട് കിടപ്പുണ്ട്. അത് കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ പാട്ട് കേൾക്കും. പക്ഷെ ഞാൻ അധികം ആൾക്കാരോടൊന്നും പറയാറില്ല, ഇങ്ങനെ ഒരു സാധനത്തിനകത്ത് കിടപ്പില്ലേ എന്ന് പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മളധികം പറയില്ല. പക്ഷെ കേൾക്കുമ്പോൾ നമ്മളത് ആസ്വദിക്കില്ലേ. അതേപോലെ ഈ വാനം ചായും തീരം താരാട്ടും, എനിക്ക് തോന്നുന്നു അത് ഹരിശങ്കർ പാടി കഴിഞ്ഞതിന് ശേഷം കേൾക്കുമ്പോൾ എന്താണ് ശരിക്കും ഫീല് തോന്നിയത്. നമ്മളൊരു കുറച്ച് വരികൾ എഴുതി, പക്ഷെ അത് അസാധ്യമായിട്ട് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ വരുമ്പോൾ അത് തന്നെ പൊന്നെ എന്ന് പറയുന്നത് എത്രയോ ടേക്ക് എടുത്തു എന്നാണ് ഹരിശങ്കർ പറഞ്ഞിരിക്കുന്നത്. സാറ് തന്നെ അത് ഭയങ്കര എഫക്റ്റീവായിട്ട് അതിനകത്ത് ഇടപെട്ടിട്ടുമുണ്ട്. സാർ എല്ലാ പാട്ടിലും ഇടപെടുമ്പോൾ തന്നെ അത് പാടി കഴിഞ്ഞ് കേട്ടപ്പോൾ എന്താണ് ശരിക്കും ഉണ്ടായ ഫീൽ? സത്യം പറഞ്ഞാൽ ഈ വാനം ചായും എഴുതിയതും കമ്പോസ് ചെയ്തതും എല്ലാം അതായത് അദ്ദേഹം എനിക്ക് രാത്രി ട്യൂൺ തരുന്നു 4 വരി. ആ ട്യൂൺ വരുന്നിട്ട് ഞാൻ ആ ട്യൂണായിട്ട് ഉറങ്ങുന്നു. ഒരു 4 മണിക്ക് എണീറ്റിരുന്നിട്ട് ആ 4 വരി ഞാൻ എഴുതുന്നു. അതിനുശേഷം സച്ചി അന്ന് ശബരിമലയ്ക്ക് നോമ്പെടുത്ത് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ സച്ചി രാവിലെ എണീക്കും, കുളിക്കും, പിന്നെ അവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടി എന്നെയും വിളിക്കും. അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് രാവിലെ 4:30 തന്നെ എണീറ്റ് ഇത് എഴുതിയത് കാരണം ഞാൻ അവന് അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന നടന്ന വഴിയിൽ ഞാനിങ്ങനെ വെറുതെ ഇത് പറഞ്ഞു കൊടുത്തു. അപ്പം എന്നോട് പറഞ്ഞു, ഇത് വളരെ, അവൻ പറഞ്ഞ വാചകമാണ്, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്കൊന്നും തോന്നില്ല, പക്ഷെ ഇത് അദ്ദേഹം പാടുന്നത് കേട്ടെന്ന് നോക്കാം. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പാടിയത് അതിന് ഇതാണ് അതിന്റെ ഫോർമേഷൻ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അങ്ങനെ വിദ്യാജി അന്ന് 6:30 ഞങ്ങൾ എണീപ്പിച്ചു അയാളെ കൊണ്ട് പാടിയതിന് ശേഷം അദ്ദേഹം പാടുമ്പോൾ തന്നെ അതിനകത്ത് എന്തോ ഒരു വൈബ്രൻസ് ഫീൽ ചെയ്ത് ഈ ചരണവും അനുപല്ലവും അപ്പൊ തന്നെ അദ്ദേഹം ട്യൂൺ ചെയ്തു. അപ്പൊ തന്നെ ഞാൻ എഴുതി. അത് ജസ്റ്റ് അക്രോസ് ആയിട്ട് എഴുതിയത്. അങ്ങനെ ആ സോങ് തീരെ ഉണ്ടായത്. അതൊരിക്കലും ഒരു ആ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടുമല്ല. അതായത് ഇദ്ദേഹം പെട്ടെന്നാണ്, അതായത് 4 സിറ്റുവേഷൻ ആൾറെഡി വിദ്യാർത്ഥിയോട് എല്ലാം ബ്രീഫ് ചെയ്തതിന് ശേഷം ഈ സിറ്റുവേഷൻ തലേദിവസം രാത്രി സച്ചി പെട്ടെന്ന് ഉണ്ടാക്കിയ സിറ്റുവേഷൻ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, കാരണം യാതൊരു ഡിസ്കഷനും ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് നിർമ്മമത എന്നൊരു വാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ വാക്കിനോട് അനുബന്ധിച്ച് അങ്ങനെ ഒരു പാട്ട് വേണം. അപ്പൊ ഈ വിദ്യാസാഗറിന് ഇത് നിർമ്മമത ഒരു പിടിയും കിട്ടില്ല. അപ്പൊ എന്നോട് പുള്ളി ചോദിച്ചു, അടുത്ത് വന്ന് വെച്ചാൽ വാട്ട് ഈസ് ദിസ് നിർമ്മമത. ഞാൻ പറഞ്ഞു, അതിനോടും പ്രത്യേകിച്ച് താല്പര്യമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെനിക്കറിയില്ല. ഞാനത് ചോദിച്ചു സച്ചിയുടെ അടുത്ത്. സച്ചി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, അത് ആവശ്യമുണ്ട്, നിനക്ക് ഞാൻ പിന്നെ പറയാം, നീ ഇത് പാട്ടുണ്ടാക്കിയാൽ മതി, നീ ഇപ്പൊ ഒന്നും ചോദിക്കരുത്, ഞാൻ അങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് അത് ലാസ്റ്റില് പുള്ളി ഉറങ്ങാൻ, ഞങ്ങളെല്ലാം റിട്ടയർ ചെയ്യും. ആ ദിവസത്തെ വർക്ക് കഴിഞ്ഞ് ബാക്കി സാഹിബ കമ്പോസിങ് കഴിഞ്ഞു, എഴുത്ത് കഴിഞ്ഞു. അതിനുശേഷം റിട്ടയർമെന്റ്, അത് അന്ന് ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നതിന് അരമണിക്കൂർ മുന്നെയാണ് വാനം എന്നുള്ള ഈ മറ്റേ ട്യൂൺ ഉണ്ടായത്. അപ്പൊ പല്ലവിയുടെ ട്യൂണേ ഉണ്ടായുള്ളൂ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോയി, രാവിലെ വന്നു, പാട്ട് അവസാനിച്ചു. അപ്പോഴും എനിക്കറിയില്ല ഇത് എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോണത്. പക്ഷെ ആ സിനിമയിൽ ആ പാട്ട് ഉണ്ടാവില്ലായിരുന്നു, അതായിരുന്നു അതിന്റെ വിധി. പക്ഷെ പാട്ട് ഇറങ്ങി വന്നപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ട് ഇതായിരുന്നു. പക്ഷെ സച്ചി വെറുതെ ഒരു പാട്ടുണ്ടാക്കിയത് കൊണ്ട് പാട്ടിന് സിനിമയിൽ ഇടവില്ല, എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിൽ ഈ പാട്ട് നഷ്ടപ്പെട്ടു പോകും, ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഹരിശങ്കർ പാടി കേട്ടപ്പോ പുള്ളി ഇദ്ദേഹം ഈ പൊന്നെ എന്നുള്ളതിന്റെ ഈ പിന്നെ പ്രോഗ്രഷൻസ് ഒക്കെ അദ്ദേഹം റെക്കോർഡിങ് സമയത്ത് മാറ്റിയതാണ്. അത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു, ഒരു എൻഡിങ് ആയിരുന്നു അത്, നോട്ട്സ്.
പിന്നെ അതിനൊരു ഭയങ്കര ഒരു ഭാഷ്യം, ഒരു ഇമോഷണൽ ട്വിസ്റ്റ് കൊണ്ടുവന്നത് പുള്ളി വിദ്യാജി അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് തോന്നുന്നൊരു 10-20 പ്രാവശ്യം അതിൽ കൂടുതൽ ടേക്ക് ഉണ്ടെന്നാണ് എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. അത്രയും സമയം ഉണ്ടായിരുന്നു.